Hare Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram Hare Krishna 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 Hare Hare, Hare Ram Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna നമ്മുടെ ഈ ജ്ഞാനയജ്ഞത്തിന്റെ പ്രഥമ ദിവസത്തിൽ നമുക്ക് ജ്ഞാനം പറഞ്ഞു തരാൻ ഇവിടെ ആഗ്രഹം ചേർന്ന സ്വാഗതം ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രഭുവിന് ഇതേമാതിരി നമ്മുടെ പ്രധാനമന്ത്രി ഈ നേരത്തെ പറഞ്ഞു ജ്ഞാന വിജ്ഞാന സാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് നമ്മൾ ഉയർത്താൻ ഭഗവാൻ കൂടുതൽ അവസരം നൽകട്ടെ. ആയുസ്സും ആരോഗ്യവും കൊടുത്തതിന് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന മണിപ്പൂരിലെ വെസ്റ്റോൺ പാർലമെന്റിലെ അവരുടെ ആ പാർട്ടി കാർഡും ഈ യജ്ഞം തുടരുന്നതാണ്. 3 ദിവസങ്ങളിലാണ്. അതിന്റെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ 2 ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ കുറച്ച് കൊമേഴ്സ്യലായിട്ട് പോകണം. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊരു കാര്യം ഇവിടെ ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടുവരാൻ ചെറിയ ചെറിയ ചിലവുകളുണ്ട്. അതായത് ആടിന്റെ ചെലവ്, അതുപോലെ അനുബന്ധമായ ചെലവുകൾ. അതിലേക്ക് ആർക്കെങ്കിലും ഒക്കെ സഹകരിക്കാൻ ഈ സേവാ സംഘത്തിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് വരുന്ന ആളാരും പരാതിക്കുകയും ചെയ്യരുത്. ആർക്കും അതിൽ മനസ്സിൽ ചിന്തിക്കരുത്. ആർക്കെങ്കിലും പൂർണ്ണ മനസ്സോടെ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശിശുപൂർണ്ണമായി ബന്ധപ്പെടണം. ആടിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് 1000 വെച്ചിട്ടാണ് ചെലവ് വരുന്നത്. അതിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ 1 മണിക്കൂറിലേക്കോ എങ്ങനെയെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ചെയ്തതിന് വളരെ സന്തോഷമുണ്ടാകും. ഭഗവാൻ എല്ലാവർക്കും. അതോടൊപ്പം തന്നെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഭഗവത്ഗീത പുസ്തകവും അതുപോലെ മാലയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി എല്ലാ ദിവസങ്ങളിലും എല്ലാവരെയും കണ്ടുപിടിക്കുന്നു ഈ പ്രസംഗം തുടങ്ങുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഈ 6ാമത്തെ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ചില ഘടകങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു, ഈ നമുക്ക് ഒരു കണ്ണാടിയാണ് ഈ 6 ദിവസത്തെ സെഷൻ, 4 ദിവസത്തെ സെഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന 6 കൽമഷങ്ങൾ എനിക്ക് ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാനും അതിനെ ഇല്ലാണ്ടാക്കാനും ഉള്ള പ്രക്രിയയാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
ഒരു പോയിന്റ് ഈ അസൂയയുടെ, ഇനി ഒരാളെ സ്തുതിക്കുന്നത് നമുക്ക് കേട്ട് സഹിക്കാൻ പറ്റില്ല. ഞാൻ ദുര്യോധനനെ ഉദാഹരണമായി പറഞ്ഞു. പിന്നെ മഹാഭാരതത്തിൽ ശിശുപാലൻ എന്ന കഥാപാത്രം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അതിശയിക്കാറുണ്ട്, ലോകത്ത് ആരും തന്നെ അവരെ കുട്ടികൾക്ക് ദുര്യോധനൻ, രാവണൻ അങ്ങനെ ആരും പേര് വെക്കില്ല. ആരെങ്കിലും വെക്കുമോ? മക്കൾക്ക് ദുര്യോധനനോ രാവണനോ ഗാന്ധാരി ചിലപ്പോൾ ഒക്കെ ആയിരിക്കും, ശൂർപ്പനഖ അങ്ങനെയൊക്കെ പേര് വെക്കുക, ആരും വെക്കില്ല. പക്ഷെ കേരളത്തിൽ മാത്രം ശിശുപാലൻ എന്ന പേര് ഒരുപാട് പേർക്കുണ്ട്. അറിയാമോ? ശിശുപാലൻ കേരളത്തിൽ കേട്ടിട്ടുണ്ട്. എന്തിനാണ്, എന്ത് ഉദ്ദേശത്തിലാണെന്നറിയില്ല ശിശുപാലൻ എന്ന പേര് വെച്ചിരിക്കുന്നത്. എനിക്ക് കൊല്ലത്ത് ഒരാളെ അറിയാം, രാവണനാ പേര്. രാവണൻ, അവരച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. മനഃപൂർവ്വം ആ കൊച്ചിൻ്റെ അടുത്ത് എന്ത് ദേഷ്യമാണെന്നറിയില്ല, രാവണൻ എന്ന് പേര് വെച്ചു. ശിശുപാലൻ, അതായത് ഈ അസൂയ നോക്കിക്കോളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, അസൂയയ്ക്ക് മരുന്നില്ല. ഭഗവാന്റെ നാമം കേട്ടാൽ ഒരാൾ ശുദ്ധമാകണം, അല്ലേ? അതല്ലേ ഭാഗവതം പറയണത്. ദൈവത്തിൻ്റെ നാമം കേട്ടാലും ദൈവത്തിൻ്റെ നാമം ജപിച്ചാലും അവരിൽ ശുദ്ധി ഉണ്ടാകും, പരിശുദ്ധി ഉണ്ടാകും, അവർ ഉയരും. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ശിശുപാലൻ്റെ വീഴ്ചയ്ക്ക് അത് തന്നെയാണ് കാരണം ശിശുപാലൻ അസൂയയ്ക്ക് കയ്യും കാലും വെച്ച ആളാണ്. എപ്പോഴെല്ലാം ആൾക്കാർ കൃഷ്ണനെ ഇങ്ങനെ പ്രശംസിക്കുവോ ശിശുപാലന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഭാഗവതത്തിന് തന്നെ ചോദ്യം ചെയ്യുന്ന പോലെ ആയിപ്പോയി. ഭഗവാന്റെ നാമം കേട്ടാൽ ഒരാൾ പരിശുദ്ധനാകണം. പക്ഷെ ഇവിടെ ശിശുപാലൻ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്തോറും അയാളുടെ അസൂയ കൂടി 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 ഭഗവാനെക്കുറിച്ച് മോശം സംസാരിച്ച് തുടങ്ങും, അസഭ്യം പറഞ്ഞു തുടങ്ങും. അയാൾക്ക് ജനിക്കുമ്പോഴേ ഒരു ശാപമുണ്ടായിരുന്നു ശിശുപാലന്. 100 തവണ ഭഗവാനെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ ഭഗവാൻ എന്ത് ചെയ്യും? 100ാമത്തതിൽ ശിശുപാലനെ കൊല്ലും. അതുകൊണ്ട് ശിശുപാലൻ എന്ത് ചെയ്യും? 90 വരെ ചീത്ത പറഞ്ഞ് നിർത്ത്, ബ്രേക്ക് എടുക്കും. പിന്നെ ആദ്യം തൊട്ട് വീണ്ടും പറയും. 100 ക്രോസ് ചെയ്യില്ല, ക്രോസ് ചെയ്താൽ മരണം ഉറപ്പാണെന്നറിയാം. അങ്ങനെയായിരുന്നു. രാവിലെ എണീറ്റാൽ അങ്ങോട്ട് തുടങ്ങും ഭഗവാനെക്കുറിച്ച് മോശം. അത് പുരാണങ്ങളിൽ വരെ ഉണ്ട് എന്തൊക്കെയാണ് ശിശുപാലൻ പറഞ്ഞത്. ഫസ്റ്റ് ശിശുപാലൻ പറയുന്നത് ഇന്നും കേരളത്തിൽ പലരും പറയുന്നതാണ്. എന്താണ്? നിനക്ക് 2 തന്തയാ. കൃഷ്ണനെ ഫസ്റ്റ് ചീത്ത പറയും. ഈ 90 ചീത്ത പറയണതും പുരാണങ്ങളിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കൃഷ്ണനെ ശിശുപാലൻ എന്താ പറയുക? നിനക്ക് വസുദേവരും ഒരച്ഛനാണ്, നന്ദഗോപരും. പക്ഷെ ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഇത് വളരെ മോശമായ ഒരു വാക്കാണ്. ഇങ്ങനെ അപ്പൊ സരസ്വതി ദേവി ശിശുപാലന്റെ നാവിൽ പ്രത്യക്ഷമായി ഈ ശിശുപാലൻ പറയുന്ന ചീത്തയെല്ലാം സ്തുതിയാക്കി അങ്ങ് മാറ്റും. ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, അഹം ബീജപ്രദപിത, ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര ജീവജാലങ്ങളുടെയും പിതാവ് ഞാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചെയ്യും. ഒരു ദിവസം ശിശുപാലൻ്റെ കംപ്ലീറ്റ് കൺട്രോളും തെറ്റിപ്പോയി. എന്താണ്? പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥ കൊട്ടാരം ഇതിലേക്കൊക്കെ വന്നപ്പോൾ അന്ന് രാജസൂയ യാഗം നടക്കുക. മുഖ്യ അതിഥി ആരാണ്? കൃഷ്ണൻ. അവിടെ ഉള്ള സർവത്ര ഋഷിമാരും ബ്രാഹ്മണരും മഹാത്മാക്കളും ദേവീദേവിയുടെ, അവിടെ ബ്രഹ്മാവും ഉണ്ട് ശിവനും ഉണ്ട്. അവർ ഉൾപ്പെടെ ആരെയാ സ്തുതിക്കുന്നത്? കൃഷ്ണനെ സ്തുതിക്കുന്നത് കേട്ട് 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 ശിശുപാലൻ്റെ സമനില തെറ്റി. ഭഗവാനെ കുറ്റം പറയാൻ പറഞ്ഞു. മാത്സിൽ വീക്കാണെന്ന് തോന്നുന്നു, 100 ക്രോസായി. പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എണ്ണമൊക്കെ അങ്ങ് തെറ്റി. ദേഷ്യം വരുമ്പോൾ ഏകദേശം അവരൊരു ഭ്രാന്തിൻ്റെ വക്കിൽ വരും. പറഞ്ഞത് തന്നെ തിരിച്ച് 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 പറയും. എത്ര സമാധാനിപ്പിച്ചാലും അവർ സമാധാനപ്പെടില്ല. ചില സമയം അവരെ ദേഹത്തോട് നമ്മൾ പിടിച്ചാൽ പോലും മുഖമെല്ലാം ചുവന്ന് ശരീരമൊക്കെ, അങ്ങനെയൊക്കെ ദേഷ്യം വരുന്നവരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? സാധനങ്ങളൊക്കെ എടുത്തെറിയുക,
ബ്ലേഡൊക്കെ എടുത്ത് കൈ മുറിക്കുക, തല ചെന്ന് ചുമരി വെച്ചടിക്കുക, മുടി പിടിച്ച് വലി. അതായത് ഈ ഏകദേശം ഭ്രാന്തിൻ്റെ വക്കിൽ വരും. അൺകൺട്രോൾഡ് ആയിട്ട് വന്നപ്പോൾ ശിശുപാലന് എല്ലാവരും സ്തുതിക്കുന്നു, കംപ്ലീറ്റ് ആൾക്കാരും സ്തുതിക്കുന്നു. ശിശുപാലൻ അസൂയ മൂത്ത് ഭഗവാനെ കുറിച്ച് പറയുന്നത് അങ്ങോട്ട് ഇതായി. അവസാനം മരണമാണ്. ഈ അസൂയ ഫസ്റ്റ് ഹൃദയത്തിലിരുന്ന് ദൈവത്തിനെ പിരിച്ചു മാറ്റും. അതാണ് അനസൂയയുടെ ജീവിതത്തിൽ കണ്ടത്. അനസൂയയ്ക്ക് ഭഗവാൻ എന്തുകൊണ്ടാണ് കിട്ടിയത്? അസൂയ ഇല്ലാത്തതുകൊണ്ട്. അസൂയ ഉണ്ടെങ്കിൽ ദൈവത്തിനെ ഹൃദയത്തിൽ നിന്ന് മാറ്റും. പിന്നെ രണ്ടാമത്തത്, നമ്മളെ ഒറ്റപ്പെടുത്തും. അസൂയ ഉള്ളവരെ പുരാണങ്ങൾ പറയുന്നത് അടുത്ത ജന്മം പാമ്പായി ജനിക്കും അത്രേ. അസൂയ ഉള്ളവർ ഒരു ജന്മം എന്തായി ജനിക്കും? പാമ്പായി ജനിക്കും. കാരണം പാമ്പ് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ കൂട്ടത്തോട് ജീവിക്കാത്ത ഒരു ജീവി. പശുക്കളെ കൂട്ടമായിട്ട് കാണാം, എറുമ്പ് കൂട്ടത്തോടെ പോണത് കാണാം, പക്ഷികൾ കൂട്ടത്തോട് പറക്കുന്നത് കാണാം, ആന കൂട്ടത്തോട് പോകും, നായ്ക്കൾ കൂട്ടത്തോട് പോകും, എല്ലാ മൃഗങ്ങളും. ആരെങ്കിലും 20 പാമ്പ് ലൈനിൽ പോണത് കണ്ടിട്ടുണ്ടോ? പാമ്പ് ഒരിക്കലും കൂട്ടം കൂടില്ല, അതിൻ്റെ പാർട്ട്ണറുടെ കൂടെയും കൂടില്ല. ചില സമയം അത് മേറ്റിംഗ് കഴിഞ്ഞാൽ ഒന്നിനെ ഇനിയൊന്ന് കടിക്കും. അത്രയ്ക്ക് അസൂയാണ്. ഈ പാമ്പ് നമ്മളെ കടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ. പേടിച്ചിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ പേടിച്ചിട്ടാണ് അത് കടിക്കണത്. നമ്മൾ മിണ്ടാതെ പോയാൽ അത് ഓടി വരും. അത് പേടിയാണ്. ജലസ്, എൻ്റെതാരെങ്കിലും പറിച്ചു കളയോ. അപ്പോൾ പുരാണം പറയുന്ന അസൂയ മൂത്തവർ ഒരു ജന്മം എന്തായി ജനിക്കും? ഈ 2-3 ജീവികളിലെ വെച്ച് നികൃഷ്ടമായ ചില 2-3 ജീവികളുണ്ട്. സ്വന്തം വർഗത്തിനെ കൊല്ലുന്നത്, വേറെ ഒന്നും കൊല്ലില്ല. നീചമായ ചില ജീവികൾ. ഏത് ജീവിയാണ് സ്വന്തം വർഗത്തിനെ കൊല്ലുന്നത്? അതിൻ്റെ തന്നെ കുട്ടികളെ കൊല്ലും, അതിൻ്റെ തന്നെ ഇതിനെ കൊല്ലുന്നത്. പശുവിനെ കൊല്ലുന്ന കണ്ടിട്ടുണ്ടോ? ആടിനെ കൊല്ലോ? ഇല്ല. പുലിയെ കൊല്ലോ? ആനയെ കൊല്ലോ? മനുഷ്യൻ, പാമ്പ്, ചെലന്തി, പൂച്ചയും നായും കൊല്ലും. എപ്പോന്നറിയാമോ? അത് ഭയങ്കര സയൻസാണ്, നമുക്ക് മനസ്സിലാകാത്ത. അത് പശുവും പൂച്ചയൊക്കെ വളർത്തിയവർക്ക് അറിയാൻ പറ്റും. പശു എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രസവിച്ച ഉടനെ അമ്മ പശുവിന് മനസ്സിലാകും ഇത് ഒരു ദിവസം നിൽക്കില്ല. പണ്ടൊക്കെ അങ്ങനെയല്ലേ, ഒരു വീട്ടിൽ പോയി ചോദിച്ചില്ല എത്ര അമ്മ 10 എണ്ണം പ്രസവിച്ച് 8 എണ്ണം ജീവിച്ച് 2 എണ്ണം. അങ്ങനെയാണ് മനുഷ്യരിൽ പോലും പണ്ട് കാലത്ത് അങ്ങനെയാണ്. ജനിക്കുന്ന എല്ലാവരും ജീവിക്കില്ല. ഇന്ന് പിന്നെ ആധുനികമായ മരുന്ന് ഇതൊക്കെ വളർന്നത് കൊണ്ട് അവനെ അസുഖത്തോട് ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. പണ്ടങ്ങനെയല്ല. മനുഷ്യരായാലും മൃഗങ്ങളായാലും ഒരു പശു 10 എണ്ണത്തിനെ പ്രസവിച്ചാൽ അതിൽ 4-5 എണ്ണം. മനുഷ്യരാണെങ്കിൽ അങ്ങനെയാണ്. ഈ പൂച്ചയ്ക്ക് നായ്ക്കും മനസ്സിലാകും കുട്ടി 3 ദിവസത്തിന് മേലെ പോകില്ല. പശു എന്ത് ചെയ്യും? പാല് കൊടുക്കില്ല. നല്ല കൃഷിക്കാർക്ക് അതറിയാം. അമ്മ പശു എന്ത് ചെയ്യും? കുട്ടിക്ക് പാല് കൊടുക്കില്ല. അപ്പം എന്താകും? ഒരു ദിവസം പോലും ആ കുട്ടി നിൽക്കില്ല. കാരണം അത് മരിക്കും എന്നുള്ളത് അമ്മയ്ക്ക് അറിയാം, അതുകൊണ്ട് കൊടുക്കില്ല. പൂച്ചക്കുട്ടിക്ക് അറിയാം ഇത് രോഗമായിട്ട് ജനിച്ച പൂച്ചയാണ്, ജീവിക്കില്ലെന്നറിയാം. അതുകൊണ്ട് അമ്മ പൂച്ച എന്ത് ചെയ്യും? ഇതിനെ കടിക്കും. അത് വേറെ റീസൺ. പക്ഷെ പാമ്പ്, മീന്, ചെലന്തി, ചില നികൃഷ്ടമായ ജീവികൾ അതിൻ്റെ വർഗത്തിന് തന്നെ കൊല്ലും. പിന്നെ ആരാണ് ഇതല്ലാത്തത്? മനുഷ്യൻ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ സ്വന്തം വർഗത്തിനെ ക്രൂരമായി കൊന്ന് ആസ്വദിച്ച് അതിൽ അഭിമാനം കണ്ടെത്തുന്ന ഒരു ജീവി മനുഷ്യൻ മാത്രമേ. അസൂയ മൂത്താൽ പതുക്കെ നമ്മൾ എല്ലാവരെയും വെറുത്ത് ഫൈനലി നമ്മളെ വെറുക്കുന്ന ഒരവസ്ഥയിലോട്ട് വരും. ഒന്ന് ഒറ്റപ്പെടും. അത് കഴിഞ്ഞാൽ ചുറ്റിയുള്ളവരെല്ലാം വെറുത്ത് ഇങ്ങനത്തെ ആൾക്കാരെ ഞാൻ എൻ്റെ കൺമുമ്പേ കണ്ടിരിക്കുകയാണ്. അവസാനം അവരെ വെറുക്കുന്ന ഒരവസ്ഥയിൽ വരും. പ്രഭുപാദരുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ ഒരു സംഭവമുണ്ട്. എത്ര പേര് ഇസ്കോൺ ബോംബെ അമ്പലത്തിൽ പോയിട്ടുണ്ട്? ബോംബെ ജുഹു കുറേ പേര് കണ്ടു. വലിയ നല്ല, അന്ന് കാലത്ത് അതൊരു ഭയങ്കരമായ അമ്പലമായിരുന്നു. 1970s അമ്പലം പണിതത്.
ഒരു മഹായുദ്ധത്തിൻ്റെ ശേഷമാണ് അത് അവർക്ക് പണിയാൻ പറ്റിയത്. കാരണം ഭൂമി വിറ്റാൾ പറ്റിച്ചു, കോൺട്രാക്ടർമാർ പറ്റിച്ചു. കാരണം അന്ന് വിദേശീയരാ ഇന്ത്യയിൽ വന്നിട്ട് ആ അമ്പലമൊക്കെ പണിതത്. വിദേശീയർക്ക് ഇന്ത്യൻ സിസ്റ്റം അറിഞ്ഞുകൂടാ. വിദേശീയരടുത്ത് നമ്മൾ എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ അവർ പറയും 10 മിനിറ്റ് നടന്നാൽ ലെഫ്റ്റ് ടേൺ ചെയ്താൽ റൈറ്റ് ടേൺ ചെയ്താൽ എത്തുമെന്ന് പറയും. നമ്മൾ വാച്ച് നോക്കി പോയാൽ 10ാമത്തെ മിനിറ്റ് കറക്റ്റ് അവിടെ എത്തും. നമ്മളെ നാട്ടിൽ വഴി ചോദിച്ചാൽ 10 മിനിറ്റ് 1 മണിക്കൂറായാലും എത്തൂല അല്ലേ? അതിലും കേരളത്തിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. ഒരിക്കലും നിങ്ങൾ കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത് വഴി ചോദിക്കാനേ പാടില്ല. ആ അനുഭവം എത്ര പേർക്ക് അറിഞ്ഞൂടെന്ന് പറയേയില്ല. സാറേ ഇത് എങ്ങോട്ട് പോകണം? അങ്ങ് നേരെ പോയ എവിടെയെങ്കിലും പോ. അറിഞ്ഞൂടാ എന്ന വാക്കേ വരില്ല. ഭാഗ്യമാ ഗൂഗിളൊക്കെ കണ്ടുപിടിച്ചത്. ഈ എക്സ്പീരിയൻസ് എത്ര പേർക്കുണ്ട്? അവരങ്ങനെ കൈ കാണിച്ചു വിടും നേരെ പോവാൻ. മണിക്കൂറുകൾ ചുറ്റിയാലും എത്തൂല. അങ്ങനെ നാട്ടിൽ ചുറ്റിയവരാരെങ്കിലും ഉണ്ടോ? ചുറ്റിയവരുണ്ട്. അതാ അല്ല, അച്ഛൻ ഇപ്പം 2 മണിക്കൂറായിട്ട് ചുറ്റിക്കൊണ്ട് ഈ ഹാളിൽ വന്നില്ല. എത്തിയോ എന്തോ? വന്നോ? അച്ഛൻ എത്തിയാ? എവിടെയൊക്കെ ചുറ്റി നടക്കുക. സോ എല്ലാവരെയും വെറുത്ത് അവരെ വെറുത്ത് ഒറ്റപ്പെടും. പ്രഭുപാദരുടെ കാര്യം പറഞ്ഞു. വളരെ കഷ്ടപ്പെട്ടാണ് ബോംബെയിൽ ഇത് ചെയ്തത്. അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. ഇസ്കോൺ ആ സ്ഥലം വാങ്ങിച്ചു, വില കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം അവിടെ ഉള്ളവരാരും ഒഴിയത്തില്ല, വിട്ടുപോയില്ല. പിന്നെ കാശും കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം ഓരോ വീട്ടിനും വീണ്ടും കാശ് കൊടുത്തൊക്കെയാണ് അവരെ മാറ്റിയത്. അതിലൊരു ഗുണ്ടയുണ്ടായി, ഒരു റൗഡി ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോറിനേഴ്സ് ചെന്ന് പറയും, ഞങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിച്ചു, മറ്റേ വീട്ടുകാരെല്ലാം പോയി, നിങ്ങളും കൂടെ മാറിയെങ്കിൽ ഞങ്ങൾക്ക് ക്ഷേത്രം പണിയായിരുന്നു. പറയും, നിങ്ങളുടെ ആചാര്യനെ വിളിക്കൂ, പ്രഭുപാദ് സ്വാമികളെ കാണണമെന്ന് പറയും. ഇത്രയും എന്താ പറയുക, അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള ഒരു മഹാത്മാ ആചാര്യനെ ഈ റൗഡി പറയും, എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചാലേ ഞാൻ ഒഴിഞ്ഞു മാറും. ഒരു വിധത്തിൽ അയാൾ പോവില്ല. പിന്നെ ശിഷ്യന്മാരെല്ലാം ചെന്ന് പ്രഭുപാദരുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് പോലീസ് കേസിന് പോകാം. പ്രഭുപാദ് പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ അയാളുടെ വീട്ടിൽ പോവാം. പറഞ്ഞു, എന്തിനാ പോകുന്ന? അയാൾ എന്ത് ചെയ്യും? ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പോണ്ട. പ്രഭുപാദ് പറഞ്ഞു, ഞാൻ പോവാം. അവൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. ചോദിച്ച പണം തരാമെന്ന് പറഞ്ഞു. ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഇവരെ തോൽപ്പിക്കണം, നാണം കെടുത്തണം. ഉടനെ അയാൾ പറഞ്ഞു, ശരി, ഞാൻ പുതിയ സ്ഥലത്തേക്ക് മാറാം, സന്തോഷം, ചോദിച്ച പണം തരാം. അടുത്ത അയാൾ വെച്ച ഡിമാൻഡ്, എൻ്റെ മരിച്ചുപോയ അമ്മയുടെ ഫോട്ടോ ഇവിടെ ഇരുന്ന് നിങ്ങളെല്ലാവരും നാമസങ്കീർത്തനം ചെയ്ത് നിങ്ങളുടെ ആചാര്യൻ പ്രഭുപാദർ ആ ഫോട്ടോയും തൂക്കി വീതിയിൽ നടന്ന് എൻ്റെ പുതിയ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കണം. നോക്കിക്കോളൂ ആൾക്കാരുടെ ഡിമാൻഡ്. ശിഷ്യന്മാർക്കൊക്കെ അങ്ങ് വല്ലാത്ത ദേഷ്യം വന്നു. പ്രഭുപാദ് പറഞ്ഞു, ഞാൻ ചെയ്യാം. എല്ലാവരും ഷോക്കായി. എല്ലാവരും പറഞ്ഞു, അങ്ങനെ വേണ്ട, അങ്ങനെ അയാൾക്ക് താന്നു കൊടുക്കേണ്ട, നമ്മൾ ചെയ്യേ വേണ്ട എന്ന് പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്യാം. ഭക്തന്മാരെല്ലാം തെരുവിൽ നാമസങ്കീർത്തനം ചെയ്യുന്നു. പ്രഭുപാദർ ആ വ്യക്തിയുടെ മരിച്ചുപോയ അമ്മയുടെ ഫോട്ടോയും കയ്യിലെടുത്തുകൊണ്ട് വീതിയിൽ നടന്ന് അയാളുടെ പുതിയ വീട്ടിൽ കൊണ്ടുപോയി എത്തിച്ചു. ഡിവോട്ടീസ് എല്ലാം ഭയങ്കര ഡിസ്റ്റർബ്ഡായി. ആർക്കും അത് ദഹിക്കുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചെന്ന് ചോദിച്ചു, പ്രഭുപാദ് എന്തിനാ ഇതൊക്കെ? പ്രഭുപാദ് പറഞ്ഞു, രാധാരാസബിഹാരി രാധാകൃഷ്ണന് ഞാൻ ഇവിടെ ഒരു അമ്പലം പണിയാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുവേണ്ടി ആരുടെ മുമ്പേയും ഞാൻ താഴാൻ തയ്യാറാണ്. എത്രയ്ക്കും ഞാൻ താഴുമോ ജനങ്ങളുടെ മുമ്പിൽ, അത്രയ്ക്കും ഭഗവാൻ എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൂടും. ഫർഗിവ്നെസ്, അത് ആത്മീകതയിൽ വലിയ ഒരു സ്വഭാവമാണ്. നമ്മളിൽ ചിലർക്ക് ആരെങ്കിലും നമുക്ക് നേരെ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായാലും അത് മറക്കാൻ സാധിക്കാതെ, അത് അംഗീകരിക്കാൻ പറ്റാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് അതിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഡിസ്റ്റർബായ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് നേരെ ആരോ ഒരു ദ്രോഹം ചെയ്തു, പറ്റിച്ചു, ചതിച്ചു, എന്തോ ചെയ്തു, മറക്കാൻ പറ്റുന്നില്ല. അത് ഉള്ളിൽ വെച്ച് ഇങ്ങനെ വളർത്തി 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 നമ്മുടെ ശാന്തിയും സമാധാനം നഷ്ടപ്പെട്ട അനുഭവം ആർക്കെങ്കിലും?
ഫർഗിവ്നെസ്, ഒരാളുടെ തെറ്റിനെ ക്ഷമിക്കുക. ക്ഷമിക്കുന്ന നിമിഷം അവൻ ദേവനാകുന്നു, അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാകും. വളരെ ഇമ്പോർട്ടൻ്റ്. അസൂയ ഉള്ള ആൾക്ക് അത് ക്ഷമിക്കാനേ പറ്റും. പ്രഭുപാദർ പറഞ്ഞു, ഞാൻ ഇവനെ ക്ഷമിക്കും തോറും ഞാൻ ഈശ്വരന് പ്രിയപ്പെട്ടവനായി മാറും. അതൊന്ന്. അപ്പോൾ ഒരു ക്യാരക്ടർ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം കണ്ണാടിയുടെ മുമ്പേ. ഒന്ന്, ആരെങ്കിലും സ്തുതിക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തത്, അസൂയ മൂത്ത് കഴിഞ്ഞാൽ അവൻ ഒറ്റപ്പെട്ട് എല്ലാവരെയും വെറുക്കുന്നതോടൊപ്പം അവസാനം അയാളെ വെറുക്കും. മൂന്നാമത്തത്, ഒരിക്കലും നമ്മൾ ഇനിയൊരാളെ കമ്പയർ ചെയ്യാൻ പാടില്ല. പഞ്ചതന്ത്രത്തിൽ നല്ല ഒരു ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കാക്കയ്ക്ക് ഒരു ദിവസം സങ്കടം തോന്നി, കറുത്തിരിക്കുന്നു. എല്ലാവരും വീട്ടിൽ പ്രാവ് വളർത്തും, തത്ത വളർത്തും. ആരെങ്കിലും വീട്ടിൽ കാക്ക വളർത്തുമോ? കാക്ക എന്ത് തെറ്റാ ചെയ്തത്? എന്തുകൊണ്ടാണ് കാക്ക വളർത്താത്തത്? എന്തുകൊണ്ട് പ്രാവിനെ അംഗീകരിച്ചു, തത്തയെ അംഗീകരിച്ചു, മയിൽ അംഗീകരിച്ചു, അരയന്നെ അംഗീകരിച്ചു, സ്പാരോ അതൊക്കെ നമ്മൾ ഓക്കെ, എന്തുകൊണ്ട് കാക്ക വേണ്ട? ഏതെങ്കിലും സൂവിൽ കാക്ക വെച്ചിരിക്കണം കണ്ടിട്ടുണ്ടോ? ഒരു കാരണവും ഇല്ല. അതിൻ്റെ നിറം മാത്രമാണ് കാരണം, വേറെ പ്രത്യേകിച്ച് കാരണമില്ല. ആ കാക്കയ്ക്ക് ഒരു ദിവസം സങ്കടം തോന്നി, ഞാനൊന്ന് വെളുത്ത് പ്രാവായിരുന്നെങ്കിൽ എന്നെ കുറേ പേര് വളർത്തുമായിരുന്നല്ലോ. അങ്ങനെ ആഗ്രഹിച്ചു, കാക്ക പ്രാവായി മാറി, എല്ലാവരും അതിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ചു കാലം പോയപ്പോൾ പിന്നെ പ്രാവിന് തോന്നി, എന്നെക്കാളും ആൾക്കാർക്ക് തത്തയാ കൂടുതൽ ഇഷ്ടം. ഞാൻ വെറും വൈറ്റ് അല്ലേ, തത്തയാണെങ്കിൽ പച്ച കളറിലുണ്ടാകും, ചുണ്ട് ചുവപ്പ്, കഴുത്തിലൊരു മഞ്ഞ റിങ്ങൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രാവ് എന്തായി മാറി? തത്തയായി മാറി. അങ്ങനെ കുറച്ച് കാലം ചുറ്റി നോക്കിയപ്പോൾ അത് മയിലിനെ കണ്ടപ്പോൾ അത് മയിൽ നോക്കി, എത്ര പേര് മയിലിനെ, എന്നെ ആരിഷ്ടം, മയിലായിട്ട് മാറി. പിന്നെയാണ് ഇത് മനസ്സിലാക്കിയത്, പ്രാവിനെ കൂട്ടി പിടിച്ചടയ്ക്കും, തത്തയെ കൂട്ടി പിടിച്ചടയ്ക്കും, മയിലിനെ കൂട്ടി പിടിച്ചേക്കും. ഏത് പക്ഷിയാണ് സ്വതന്ത്രമായി ആരും ഉപദ്രവിക്കുക? വേട്ടക്കാരൻ പോലും വെടിവെക്കാത്ത പക്ഷി ഏതാണ്? അപ്പം ഇത് പറഞ്ഞ് ഞാൻ കാക്കയെ തന്നെ തിരിച്ചായിക്കോളാം. ഒരിക്കലും നമ്മൾ ഇനിയൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് ജീവിത ലക്ഷ്യങ്ങൾ വയ്ക്കരുത്. അതിനേക്കാളും വലിയ മണ്ടത്തരമേ ജീവിതത്തിലില്ല. അത് വെച്ച് നമ്മൾ ഇല്ലാത്ത ഒരു കാര്യത്തിനെ മോഹിച്ചിങ്ങനെ പുറകേ നടന്നുകൊണ്ടിരിക്കുക, അത് ജീവിതത്തിൽ വലിയ പരാജയമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare Rama 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 Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama
ആദ്യം തൊട്ട് മൊത്തം 6 കൽമഷങ്ങൾ എന്തൊക്കെയാണ്? മോഹ 6. ഈ 6 കാരണം ഏതാണ്? അതിൻ്റെ കാരണം ഏതാണ്? അപ്പം ഇന്ന് നമ്മൾ ഏത് വിഷയമാണ് ഡിസ്കസ് ചെയ്തത്? മത്സര്യം. അതിൽ 3 പോയിന്റ് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ്? നല്ല കഥയാണ്. 3 കമ്പയർ ചെയ്യാൻ പാടില്ല, മറന്നോ? കമ്പയർ ചെയ്യാൻ പാടില്ല, അതാണ് മത്സരം. അസൂയ. ഫർഗീവ്നെസ്, അത് 4th. ഇനി 2 ഉണ്ട്. നമ്മൾ ഒറ്റപ്പെട്ടു പോകും, പിന്നെ അത് 1, പിന്നെ ഒന്നും കൂടെ ഉണ്ട്. ഒറ്റപ്പെട്ടു പോകും, കമ്പയർ ചെയ്യാൻ പാടില്ല. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. അസൂയ പാടില്ല, അപ്പോൾ ദൈവം അവിടെ. 4ാമത്തത് ഫർഗീവ്നെസ്. നല്ല ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. അതോടെ ഇന്നത്തെ സെഷൻ തീരും. ദ്രൗപദിയുടെ ജീവിതമാണ്. ദ്രൗപദി, എല്ലാവർക്കും മഹാഭാരതത്തിൽ നിന്ന് ആ കഥ അറിയാം. ഋതുവായിരുന്ന സമയത്ത്, അന്ന് കാലത്ത് പൊതു സദസ്സിൽ വരില്ല, പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ല, പൂജാകർമ്മങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം. അത് ഇന്നും അങ്ങനെയാണ്. ഒരാൾ ചോര, ശുക്ലം, വിയർപ്പ്, പിന്നെ തുപ്പൽ, ഇത് 4 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അശുദ്ധനാണ്. ചോര, ശുക്ലം, വിയർപ്പ്, സലൈവ, 4 ടച്ച് ചെയ്താൽ ശുദ്ധനാണ്. അയാൾക്ക് പൂജാകാര്യങ്ങളിലോ മംഗളകാര്യങ്ങളിലോ പങ്കെടുക്കാൻ പാടില്ല. കുളിച്ചിട്ട് വരണം. അതാണായാലും പെണ്ണായാലും എല്ലാവർക്കും ഇന്നും അത് ബാധകമാണ്. സോ ഋതുവായിരുന്നു ദ്രൗപദി ആ സമയത്ത്. അപ്പോഴാണ് ദുശാസനൻ തലമുടി പിടിച്ചിട്ട് ആ പൊതുസദസ്സിൽ വലിച്ചോണ്ട് വരുന്നത്. ദ്രൗപദി നെഞ്ചിലടിച്ച്, മാറിലടിച്ച്, നിലവിളിച്ച്, ഭീഷ്മരുടെ കാലിൽ ചെന്ന് വീണ്, ധൃതരാഷ്ട്രയുടെ കാലിൽ വീണ്, ആരെങ്കിലും രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച്. ഒരു മനുഷ്യൻ രക്ഷിക്കാൻ തയ്യാറായില്ല. ഭീമൻ്റെ അടുത്ത് ചെന്ന് യാചിച്ചു, അർജുനൻ്റെ അടുത്ത് യാചിച്ചു, യുധിഷ്ഠിരൻ്റെ അടുത്ത്, ആരും മുന്നോട്ട് വന്നില്ല. അതായത് ഒരു സ്ത്രീയുടെ അവസ്ഥ ആലോചിക്കണം. എൻ്റെ ജീവിതം മുഴുവനും ഇയാൾ എൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് ജീവിതത്തിൽ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വന്ന് ആരോ ഇങ്ങനെ വന്ന് ഇത് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം കല്ല് പോലെ നിൽക്കുമ്പോൾ ആ സ്ത്രീയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദന, നിസ്സഹായ അവസ്ഥ, അവസാനം പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർ വരെ മിണ്ടാതെ ഇരുന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ 2 കൈയും ഉയർത്തി. അപ്പോൾ അതിലും ഇവരുടെ ക്രൂരമായ വാക്ക്. കർണൻ പറയുന്നു, എൻ്റെ തൊടയിൽ വന്നിരിക്കൂ. ഇനിയൊരാൾ പറയണം, അവളുടെ വസ്ത്രം പിടിച്ചു മാറ്റൂ. ഇത്രയും പുരുഷന്മാരുടെ മധ്യയിൽ, ആ വേദിയിൽ വേറെ സ്ത്രീകളും ഇല്ല. നോർമലി തന്നെ ഒരു 100 പുരുഷന്മാരുള്ള ഒരു ഹാളിൽ ഒരു സ്ത്രീ നടന്നു പോകും, വെറുതെ നടന്നു, അവരെ മാനസികാവസ്ഥ എന്തായിരിക്കും? നന്നായിരിക്കുമോ? വളരെ അൺഈസിയാണ്. അതിനേക്കാളും അൺഈസിയാണ് 100 സ്ത്രീകളുള്ള സ്ഥലത്ത് ഒരു പുരുഷൻ നടന്നു പോകുന്നത്. അത്രയ്ക്കും അൺഈസി ആയിരിക്കും അത് ഇവിടെ. അപ്പോൾ സഹികെട്ട് 2 കൈയും ഉയർത്തി ഭഗവാൻ വന്ന് രക്ഷിച്ചു. ദ്രൗപദി ശപഥമെടുത്തു, ഇവൻ്റെ മാറ് പിളർന്ന് ആ ചോരയെടുത്ത് തലയിൽ തേച്ചാലേ ഇനി ഞാൻ വന്ന് തലമുടി കെട്ടു എന്ന് പറഞ്ഞ് ശപഥമെടുത്തു. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? എന്തെങ്കിലും ആൻസർ പറയണം. ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? ചിലരൊക്കെ സേഫായിട്ടിരിക്കുകയാണ്, ഞാൻ ആൻസർ പറയില്ല. ശരി, അതൊരു എപ്പിസോഡ്. ദ്രൗപദി വന്ന് ഇത് ചെയ്തു. ഞാൻ ഈ ദുശാസനൻ്റെ. പിന്നെ ദ്രൗപദിയുടെ 6 മക്കൾ.
ഇൻഫാൻറ്റ് ബേബീസ്, 1 വയസ്സ് പോലും ആവാത്ത കുട്ടികളെ യുദ്ധം കഴിഞ്ഞ് അവർ ദ്രൗപദിയുടെ 6 കുഞ്ഞുങ്ങളും ടെൻറ്റിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് അശ്വത്ഥാമ വന്ന് ഈ 6നെയും തുണ്ടുതുണ്ടായി വെട്ടി ആ തീയിന് തീ വെച്ച് അവരെ ഭസ്മമാക്കി ഓർമ്മയ്ക്കായി 5ൻ്റെ തലയും മൊമെൻറ്റുമായിട്ട് എടുത്തുകൊണ്ട് പോയി. എത്ര ക്രൂരമായ ഒരു പ്രവൃത്തി! കൃഷ്ണ ഭഗവാൻ തന്നെ അശ്വത്ഥാമാവിനെ കൊല്ലണമെന്ന് പറഞ്ഞു, അർജുനൻ കൊല്ലണമെന്ന് പറഞ്ഞു, ഭീഷ്മർ കൊല്ലണമെന്ന് ഭീമൻ എല്ലാവരും അശ്വത്ഥാമാവിനെ കൊല്ലണമെന്ന് വന്നപ്പോൾ ദ്രൗപദി പറഞ്ഞത് വേണ്ട, ഞാൻ എൻ്റെ 5 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് ഈ വേദനിച്ചിരിക്കുന്ന ഈ അവസ്ഥ ഇനി ഒരു ബ്രാഹ്മണ പത്നിക്ക് വേണ്ട. അവളുടെ ഭർത്താവ് ദ്രോണാചാര്യർ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞു, ഭർത്താവ് നഷ്ടപ്പെട്ടു, ഈ മകനെയും കൊന്ന ആ പാപവും വേണ്ട എന്ന് ക്ഷമിച്ചു. അപ്പം കൃഷ്ണ ഭഗവാൻ ദ്രൗപദി അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഇതുപോലെ അന്ന് ദുശാസനനെ ക്ഷമിച്ചിരുന്നെങ്കിൽ യുദ്ധമേ നടക്കില്ലായിരുന്നു. ഇന്ന് ഇത് നീ ക്ഷമിച്ചു, സ്വന്തം മക്കളെ കൊന്നതിനെ നീ ക്ഷമിച്ചു. ഏതാണ് ഏറ്റവും വലിയ പാപം? ദ്രൗപദിയെ ഇൻസൾട്ട് ചെയ്തതാണോ അല്ല 5 മക്കളെ കൊന്നതാണോ? ഏതാണ് വലിയ പാപം? പക്ഷെ അതിനെ ക്ഷമിച്ച ദ്രൗപദി സ്വന്തം ഇൻസൾട്ടിന് ക്ഷമിച്ചില്ല, അന്ന് ശപിച്ചു. അപ്പോഴാ ദ്രൗപദി ആലോചിക്കുന്നത്, കൃഷ്ണ ഞാൻ തെറ്റ് ചെയ്തോ? അന്ന് നീ തെറ്റൊന്നും ചെയ്തില്ല, പക്ഷെ ഇന്ന് കാണിച്ച ദിവ്യത്വം അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം മാറുമായി. ഒരു ആത്മീക വ്യക്തിയുടെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയാണ് ക്ഷമിക്കുക. പ്രഹ്ലാദൻ ചെയ്തു. പ്രഹ്ലാദ, നിനക്ക് എന്ത് വരം വേണമെന്ന് നരസിംഹമൂർത്തി ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛന് മോക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞു. അയാൾ വിഷവും കൊണ്ട് മകനെ കൊല്ലാമെന്ന ആളാ. സോ ഇത് 4മാണ്. നമ്മൾ ഇതിൻ്റെ കൺക്ലൂഷൻ നാളെ ചെയ്യും. നോക്കാം, ഈ 6 കൽമഷങ്ങളും ഈ 4 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ നോക്കാം. ഇതിന് എന്താണ് റെമഡി? ഇപ്പം എല്ലാവർക്കും അസൂയ എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ഡീറ്റെയിൽസ് മനസ്സിലായി. ഇത് എങ്ങനെ പുറത്ത് വരും? ഒരേ ഒരു ആൻസറേ ഉള്ളൂ. ആരെയാണോ നമ്മൾ വെറുക്കുന്നത്, ആരായിട്ടാണോ കമ്പയർ ചെയ്യുന്ന, ആരെക്കുറിച്ചാണോ നമ്മുടെ ഹൃദയത്തിൽ അസൂയ ഉള്ളത്, മനസ്സറിഞ്ഞ് അവരെ മറ്റുള്ളവരുടെ മുമ്പേ പ്രശംസിക്കുക. ഇത് ഒറ്റ സൊല്യൂഷനേ ശാസ്ത്രം പറയുന്നുള്ളൂ. ഇത് വൈഷ്ണവത്തിലും കൃഷ്ണഭക്തിയിലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഭക്തനെ സ്തുതിക്കുക. ഈ രഘുനാഥ ദാസ ഗോസ്വാമി എന്ന് പറയുന്ന ഗോസ്വാമി ഒരു ദിവസം 100 കണക്കിൽ വൈഷ്ണവരെ കുറിച്ച് എല്ലാവരുടെ നല്ലത് പറയും. ഇത് മാത്രമാണ് ഇതിന് സൊല്യൂഷൻ. നമുക്ക് ആരെടുത്താണോ വെറുപ്പ്, ആരെയാണോ നമുക്ക് ഇഷ്ടമില്ല, ആരാണോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അവരെ കുറേ ആൾക്കാരെടുത്ത് അവരെക്കുറിച്ച് എന്ത് പറയുക, നല്ലത്. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? ഉള്ളിലൊരു യുദ്ധം തന്നെ നടക്കും, പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളതിനെ മറികടന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ അത് മാറും. നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറും. എന്തെങ്കിലും മനസ്സിലായോ? ഇത് ഒരു അസൂയ. നാളെ ബാക്കി 2 ക്വാളിറ്റീസ് നമുക്ക് മോഹ, ലോഭ, അത് 2 നോക്കാം. ലാസ്റ്റ് ഡേ കാമക്രോധാദികൾ, അതാണ് അതിൻ്റെ മെയിൻ ബിഗ് പോയിന്റ്. ഹരേ കൃഷ്ണ, വളരെ നന്ദി. എന്തെങ്കിലും ഇതിൽ ക്വസ്റ്റ്യനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിരിയാം. നാളെ എത്ര പേര് വരില്ല? ഓക്കെ, എത്ര പേര് വരും? ഓക്കെ, അപ്പം അതനുസരിച്ച് ചെയറൊക്കെ അവർക്ക് ഇൻക്രീസ് ചെയ്യും. സെയിം ഇന്ന് കുറച്ച് ലേറ്റായി, കാരണം ഈ ഒരു ചെലന്തി വലയ്ക്കകത്ത് കണ്ടുപിടിച്ച് ഇവിടെ എത്താൻ എത്ര പേർക്ക് വഴി തെറ്റി? എല്ലാവർക്കും തെറ്റി. നാളെയും തെറ്റും. അതുകൊണ്ട് നാളെ കുറച്ച് നമ്മൾ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും. ശ്രീല പ്രഭുപാദ് കീ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ
Krishna Krishna Hare